പേര് ഹർഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ലൈഫ്സ്റ്റൈൽ ബീറ്റ്സ് വിത്ത് ഹർഷ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. 5 പ്രോഡക്റ്റ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം കൂടുതലായിട്ടൊന്നും ഞാൻ വാചകടിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും തെറ്റോ കൊറ്റോ കുറവോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. അത് പെയ്യെ ശരിയായിട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ, ആദ്യം തന്നെ നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന എന്താണോ മോയ്സ്ചറൈസർ, ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ എന്തോ ആവട്ടെ, മോയ്സ്ചറൈസർ ഈസ് മസ്റ്റ്. കാരണം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു പ്ലംപ്പായിട്ട് തോന്നും, നല്ല സോഫ്റ്റായിട്ട് വരും. മേക്കപ്പിൻ്റെ ബേസ് തന്നെ നല്ല രസമായിട്ട് വരും. അപ്പം ഇതാ ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇനിയും മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ 5 പ്രോഡക്റ്റ് മേക്കപ്പ് ആണല്ലോ. അപ്പം നമ്മളിതിൽ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. നോർമൽ ഒരു BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ CC ക്രീം യൂസ് ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് CC ക്രീമാണ്. ലാക്മേ 925ൻ്റെ കോംപ്ലക്ഷൻ കെയർ ക്രീം. എൻ്റെ ഷെയ്ഡ് ബേജാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ള കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ ഇത്തിരിയും കൂടി ഈ CC ക്രീം എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ ഇവിടെ താഴെ ഇവിടെ ഒന്നും കൂടി ഒന്ന് ലെയർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാപ്പ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഡാർക്ക് സർക്കിൾസ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞു. ഇതിന് സെക്കൻഡ് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമ്പാക്റ്റ് പൗഡറാണ്. കോമ്പാക്റ്റ് ഇല്ലെങ്കിൽ നോർമൽ നമുക്ക് മാർക്കറ്റിൽ ഇപ്പം നല്ലതായിട്ട് അവൈലബിൾ ഒരു പൗഡറാണ് വൈറ്റ് ടോൺ എന്നും പറഞ്ഞിട്ട്. ഫേസ് കോമ്പാക്റ്റൊക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ മേക്കപ്പ്, അതായത് നമ്മുടെ ബേസിനെ അവിടെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നതും ലൂസ് പൗഡർ യൂസ് ചെയ്യുന്നതും ഒക്കെ അല്ലേ. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കോമ്പാക്റ്റ് വാങ്ങിക്കുക. ഞാനിപ്പോൾ ഇവിടെ ലാക്മേയുടെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ടോൺ എന്ന് പറയുന്ന ഈ ഫേസ് പൗഡർ, ഇത് ശരിക്കും ഇതിൻ്റെ ഫോർമുല, ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ പോലത്തെ ഒരു ടെക്സ്ചറാണ്. അപ്പം ഒന്നുകിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ജോൺസൺസ് ബേബി പൗഡർ, ഹിമാലയ ബേബി പൗഡർ നല്ല രസമാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കോമ്പാക്റ്റ് ഇട്ട് ഇതൊന്ന് ഈ ബേസ് ഒന്ന് സെക്യൂർ ചെയ്യാം. കണ്ണിൻ്റെ മീതെ ഒന്ന്. ഓക്കെ, തേർഡ് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാജലാണ്. കാജലാണ് LATൻ്റെ ഐ ഡ്രാമ എന്നും പറഞ്ഞിട്ടുള്ളൊരു കാജലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാജൽ എടുത്തിട്ട് കണ്ണ് എഴുതാൻ ഇഷ്ടമുള്ളവർ കണ്ണിൻ്റെ താഴെ വാട്ടർ ലൈനിൽ എഴുതുക. കണ്ണിന് താഴെ ഇടാൻ ഇഷ്ടമല്ലാത്തവർ ജസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ ലൈനറും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു കൺമഷി വെച്ചിട്ട് നമുക്കിപ്പോൾ ലൈനർ സെപ്പറേറ്റ് വാങ്ങിക്കണമെന്നില്ല അല്ലേ. അപ്പോൾ ഒരു കൺമഷി വെച്ചിട്ട് നമുക്ക് കണ്ണ് വാട്ടർ ലൈനും ചെയ്യാം, ടൈറ്റ് ലൈൻ ഒബ്വിയസ്ലി നമുക്ക് ചെയ്യാം, ലൈനറും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണ് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ.
കൺമഷി ഇവിടെ കണ്ണെഴുതി. നമ്മൾ അടുത്തായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മുടെ 4th പ്രോഡക്റ്റ് മസ്കാര. മസ്കാര വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബ്രൗസ് ഫില്ല് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് ചെയ്യാം. നമ്മുടെ ബ്രൗസും ഓക്കെ ആയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക്കാണ് അല്ലേ. ലാക്മേ 925 വെയ്റ്റ്ലെസ് ഷെയ്ഡാണ്. എൻ്റെ ഷെയ്ഡ് ഇതിൽ പ്ലം ഫെദർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. നമ്മളൊരു പാർട്ടി, നമ്മളൊരു ചെറിയൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇത് വെച്ചിട്ട് ഇതാ ഐ ഷാഡോ ചെയ്യാം. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലഷും ചെയ്യാം. ബ്ലഷും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ ലിപ്സും ഫില്ല് ചെയ്യാൻ പോവാണ്. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ട് തൊടാം. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് തന്നെ സിന്ദൂരം തൊടാം. നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ മുടി ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈല് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുടി അഴിച്ചിട്ട് ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞാനിത് വലിച്ചു വാരി കെട്ടി ഒരു ബണ്ണാക്കി കെട്ടി വയ്ക്കും. അപ്പം എന്താ അപ്പോൾ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരില്ലേ, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ, നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ആദ്യമേ കാണാൻ പറ്റുള്ളൂ. ആദ്യം കണ്ടാലേ നിങ്ങൾക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ചുന്ദരിമണികളായിട്ടിരിക്കുക. പുറത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട്, അപ്പോൾ മഴയൊന്നും നനഞ്ഞ് ആർക്കും പനിയൊന്നും വരുത്തി വെക്കരുത്. നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ ബൈ.